പരിമല സെമിനാരിയുടെ മാനേജർ വന്ധ്യനായ യൂഹന്നാൻ റപ്പാച്ചൻ, സഭയുടെ മുൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട A.K. തോമസ് സാർ, മലയാള മനോരമയുടെ സീനിയർ എഡിറ്റർ പ്രിയപ്പെട്ട ശ്രീ പോൾ മണലി, ബഹുമാനപ്പെട്ട ജോവാനച്ച്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിമല തിരുമേനിയുടെ 107ാമത് ഓർമ്മ പെരുന്നാളോട് അനുബന്ധിച്ച് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പുലിക്കോട്ടിൽ തിരുമേനിയുടെ 100ാം ചരമ ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും 2 വാക്കുകൾ ലഭിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയവും അനുഗ്രഹപ്രദവുമായ ഒരു അവസരമായി കാണും. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സഭയിലെ പ്രധാന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി സഭയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും ചുക്കാൻ പിടിച്ച ഒരു മഹാനായ തിരുമേനി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ എല്ലാം സഭയ്ക്ക് ഏറെ അഭിമാനപ്പെട്ടതും വിലപ്പെട്ടതുമാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ സഭയ്ക്ക് സഭയുടേതായ ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. നമുക്കറിയാം, ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് പിന്നോട്ട് നോക്കിയാൽ അന്ന് ഇന്നും നമുക്ക് സഭയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് മറ്റ് സമുദായങ്ങൾക്ക് ഒക്കെ അഭിമാനിക്കത്തക്ക തരത്തിലുള്ള, മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ തക്ക തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം, ഭരണക്രമം നമ്മുടെ സഭയ്ക്ക് ഉണ്ടാക്കുവാനായി അദ്ദേഹം നേതൃത്വം കൊടുത്ത കാര്യവും, അതോടൊപ്പം തന്നെ പ്രത്യേകമായി പ്രാദേശികമായി ആ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിലനിന്നിരുന്ന ആരാധനാ രീതികൾ ഒക്കെ ഏകോപിച്ച് ക്രമപ്പെടുത്തി സഭയുടെ ചിട്ടയായ ഒരു ആരാധനാക്രമം രൂപീകരിക്കാനൊക്കെ അദ്ദേഹം എടുത്ത ശ്രമങ്ങൾ, മുളകുരുത്തി സിനോദോസിന്റെ തീരുമാനത്തിന്റെ അദ്ദേഹം കൂടി മുൻകൈ എടുത്തുകൊണ്ട് എടുത്ത സിനോദോസിൽ വെച്ചാണ് സഭയുടെ ഏറ്റവും ആ സിനോദോസിൽ വെച്ചാണ് മലങ്കര സഭ അസോസിയേഷനും അതുപോലെ തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയും അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങൾ, സഭയുടെ സുഗമമായ ഭരണ കെട്ടുറപ്പിന് ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ രൂപം കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയില്ല. സഭ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നവീകരണ പ്രസ്ഥാനത്തിനെതിരായി സത്യവിശ്വാസത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രയോ ചരിത്രത്തിൽ രേഖപ്പെടുത്തി എത്രയോ പ്രസക്തമാണ്. പരിമല പള്ളിയുടെ സ്ഥാപനം സംബന്ധിച്ച്, സെമിനാരിയുടെ സ്ഥാപനം സംബന്ധിച്ച് തന്നെ നമുക്കറിയാം, അന്ന് മലങ്കര മെത്രാപ്പൊലീത്തായിരുന്ന തിരുമേനിയുടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിന് സഹായം ഉണ്ടായിരുന്നിട്ട് അദ്ദേഹം നവീകരണ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരായി ശക്തമായി നിലപാടെടുത്തുകൊണ്ട് പരിമലയിലേക്ക് മെത്രാനായി വായിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ തന്നെ പരിമലയിലേക്ക് കടന്നു വരുവാനും ഇവിടെ ഈ പരിമല പള്ളി സെമിനാരി സ്ഥാപിക്കുവാനുമൊക്കെ അദ്ദേഹം എടുത്ത ദൃഢമായ നേതൃത്വം, അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളൊക്കെ സഭ എന്നും അഭിമാനത്തോടു കൂടിയാണ് ഓർക്കുന്നത്. ആ തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ഈ സഭയിൽ എന്നും ഓർക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഈ 107ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ഇവിടെ നമുക്ക് ഒരുമിച്ച് കൂടുവാനും അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥനയും നമുക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ സന്മനസ് കാണിച്ച അഭിമന്യ പിതാക്കന്മാരോട്, സഭയുടെ ഭരണ അധികാരികളോട്, പരിമല മാനേജിംഗ് കൗൺസിലിനോട്, എല്ലാവരോടും എനിക്കുള്ള എന്റെ നന്ദി ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചേർക്കുന്നു. നന്ദി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു പരിമല കൗൺസിലിന് വേണ്ടി മുൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ A.K. തോമസ്.
പരിശുദ്ധ കാത്തോലിക്ക ബാബാതിരുമേനി, ബഹുമാന്യനായ ഉസ്താദ് തിരുമേനി, ബഹുമാന്യനായ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, പരിമല സെമിനാരിയുടെ മാനേജർ വന്യ രംഗാച്ചൻ, ആശംസ പ്രാസംഗികരായ മുൻ MLA ശ്രീമതി ശോഭന ജോർജ്, ശ്രീ സജി അലക്സ്, അതുപോലെ തന്നെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ പോൾ മണ്ണിൽ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ ജേക്കബ് തോമസ് അരികുളം, തോമസ് ടി പെരുമല, ശ്രീ ഉമ്മൻ, ബഹുമാന്യനായ യുഹാനാൻ ജോണാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാനിവിടെ പുതിയ ആളല്ല. വളരെ കാലം സഭയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്നുകൊണ്ട് എൻ്റെ ശബ്ദം എല്ലാവർക്കും പരിചിതമാണ്. ഇവിടെ അതിഥികളായി എത്തിയിട്ടുള്ള പ്രത്യേകിച്ച് മനോരമയിലെ ശ്രീ പോൾ മണലി, അവരൊക്കെ നിങ്ങളോട് വളരെയേറെ സംസാരിക്കാനുള്ളതുകൊണ്ട് എൻ്റെ സമയം കൂടെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഒരു വാചകത്തിൽ അവസാനിപ്പിക്കാം. 1832 പൂജാതനായി 1865 സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 1909 കാലം ചെയ്തു. ആ പുണ്യപുരുഷന്റെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ജോസഫ് സേമികയുടെ ചരമ ശതാബ്ദി ആഘോഷം പരിശുദ്ധ പരിമലത്തിന് വേണ്ടിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പരിമലയുടെ ജീവാത്മാവും പരമാത്മാവും പരിമല കൊച്ചു തിരുമേനിക്ക് ഗുരുവായി പ്രാർത്ഥിച്ച അദ്ദേഹത്തിൻ്റെ ഈ ചരമ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പറ്റി ഇവിടെ വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തന്നെയും പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു കാര്യം മാത്രം, അദ്ദേഹം നല്ല ഒരു ഭരണകർത്താവായിരുന്നു എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ചോണം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ, അതുപോലെയുള്ള മാനേജിംഗ് കമ്മിറ്റി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് സാധിച്ചു. ബഹുമാന്യായ KM ജോർജ് സൂചിപ്പിച്ചോണം അദ്ദേഹത്തിൻ്റെ പീരീഡ് ഒരു വ്യവഹാര യുഗമാണെങ്കിൽ തന്നെയും സഭയുടെ ഉന്നമനത്തിന് വളരെയേറെ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ചടങ്ങിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ബഹുമാന്യനായ ശ്രീ പോൾ മണലിൽ അവരുടെ ആശംസകൾ അറിയിക്കുന്നതിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പരിശുദ്ധ തിരുവനന്തപുരം വേദിയിൽ ഉപേക്ഷായിരിക്കുന്ന അസോസിയേഷനും സഭാ സെക്രട്ടറി ഡോക്ടർ ജോസഫ്, മാനേജർ യുവനാമൻ, വേദിയിൽ ഉപേക്ഷായിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഗണ്യമായ നമസ്കാരം. മലങ്കര സഭയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു സമ്മേളനമാണ് പുലിക്കോട്ടിൽ തിരുമേനിയുടെ ഈ ശതാബ്ദി ആഘോഷം എന്ന് പറയുന്നത്. അതിനെ അറിയിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നുവെന്ന് എനിക്ക് ആത്മപരമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ചില ആഘോഷങ്ങളും ഈ പരിപാടികളും